മലയാളത്തിലെ പ്രമുഖ നടൻ ഫഹദ് ഫാസിലിനെ കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹമായിരുന്നു ഉദ്ഘാടകൻ. അവിടെ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രം, അതായത് ADHD എന്ന രോഗം തനിക്ക് ഉണ്ട്. അത് 41-ാം വയസ്സിലാണ് കണ്ടുപിടിച്ചത് എന്നാണ്. അപ്പോൾ ഈ പ്രസംഗത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ സംസാരിക്കുന്ന ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ ഷെയർ ചെയ്യുകയും അതിന് കമൻ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്വിറ്ററിലൊക്കെ വൻ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ. ഇപ്പോൾ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും വളരെ ജനപ്രിയനായൊരു നടനാണ്. ഫഹദിന് ഈ കാര്യം പറയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അത് വളരെ സ്വാഭാവികമായിട്ട് ഒരു പ്രസംഗത്തിൽ എന്ന പോലെ വളരെ നാച്ചുറലായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രോഗാവസ്ഥയുള്ളവർക്കൊക്കെ അത് നൽകുന്ന ഒരു കോൺഫിഡൻസ് എത്രമാത്രമായിരിക്കും? ഇത് പറയേണ്ട സാഹചര്യം അയാൾ പങ്കെടുത്ത പരിപാടിയാണ് കേട്ടോ. ആ പരിപാടിയിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ കാണുകയും അത് ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവവും ദിവസവുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയാനുള്ള ഒരു പരിസരം അവിടെ ഉണ്ട്. കാരണം അങ്ങനത്തെ സമാന സ്വഭാവമുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ തന്നേക്കാൾ കൂടിയതോ കുറഞ്ഞതോ ഏറിയതോ കുറഞ്ഞതോ അളവിലുള്ള ഈ പ്രശ്നമുള്ള ആൾക്കാരെ കണ്ടതാണ് ആ ഇൻസ്പിറേഷൻ അവിടെ പറയാനുള്ള സംഗതി. അപ്പോൾ ഫഹദ് ഫാസിലിനെ നമ്മളിപ്പോൾ ADHD കുറിച്ച് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. നമുക്ക് പരിചയത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ആളുകളുടെ മക്കളൊക്കെ ADHD അനുഭവിക്കുന്നവരുണ്ട്. ADHD നമ്മൾ സാധാരണ മനസ്സിലാക്കിയുള്ള ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ഭയങ്കര ഒരു ഹൈപ്പർ ആക്റ്റീവ് സംഗതിയാണ് എന്നാണ്. ADHD ഉള്ള ആളുകൾക്ക് അപ്പം ക്ലാസ്സിലൊന്നും പോയ കുട്ടികൾക്ക് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ അവർക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സിൽ എവിടെ പോയാലും അവർക്ക് ഈ പ്രശ്നമുണ്ട്. പിന്നെ അവർ ഒരു സ്ഥലത്ത് അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അവർ എപ്പോഴും എന്താ പറയുക ഇങ്ങനെ ഒരു എപ്പോഴും എന്താ പറയുന്നത് ഒന്നിലേക്ക് സൂര്യക്കേട് ഉണ്ടാക്കി ഒന്നിലേക്ക് തെറ്റിക്കൊണ്ടിരിക്കും, നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കും, തർക്കത്തിലേർപ്പെടും. അങ്ങനത്തെ ഭയങ്കര ഇതായുള്ള ആൾക്കാരാണ്. ഫഹദിനെ കാണുമ്പോൾ എനിക്ക് ഒരിക്കലും നമ്മൾ ആലോചിക്കാത്ത ഒന്ന്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് പലതരത്തിലുള്ള വേർഷൻസ് ഉണ്ടാവാം. ഫഹദ് പൊതുവേ വളരെ മിതരൂപിയായിട്ടുള്ള ഒരാളാണല്ലോ. അയാൾ ഈ വളരെ കുറച്ച് മാത്രമാണ് പ്രൊമോഷൻ പരിപാടികൾ പോലും വരിക. വളരെ അപൂർവമായിട്ട് നമ്മൾ കണ്ടു. വന്നാലും വളരെ ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ. ആളുകൾ നിർബന്ധിച്ചാൽ മാത്രം ചിരിക്കുകയും പേടാ മോനെ എന്ന് പറയാമെന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടിയിട്ടാണ് പറയുക പുള്ളി. അത്രയും ഹൈപ്പറല്ല ഒരു ഇടപെടുമ്പോൾ. ബാക്കിയുള്ള നടന്മാരെ കണ്ടാൽ അവർ അവരുടെ ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോൾ ഭയങ്കരമായി എൻജോയ് ചെയ്തും ബഹളം വെച്ചും ശരീരം കൊണ്ടും ആക്ട് ചെയ്തൊക്കെയാണ് അവരതിൽ ഇടപെടുക. പക്ഷേ ഇദ്ദേഹത്തിന് പൊതു ഇടത്തിൽ വരാനും ആളുകളോട് സംസാരിക്കാനും ഭയങ്കരമായ ഡിസ്കംഫേർട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പ്രൊമോഷൻ പരിപാടികൾ വളരെ നിർബന്ധമാണെന്ന് തോന്നിയാലും ഈ പ്രോജക്റ്റ് അത്ര ഗംഭീരമാണെന്ന് തോന്നിയാലൊക്കെ ഇതിനു വേണ്ടി ഇറങ്ങാറുള്ളൂ. അല്ലെങ്കിൽ പ്രൊമോഷൻ പുള്ളിക്ക് പൊതുവെ താല്പര്യമുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ADHD അനുഭവിക്കുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്കൊരു ഭയങ്കരമായ അത്ഭുതം തോന്നി. ADHD അപ്പോൾ ആണ് മനസ്സിലാവുന്നത് ഈ തരത്തിലും മനുഷ്യർ ADHD പ്രശ്നമുണ്ട് എന്ന് കാണുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്താ അറിയാമോ, ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പറയാനൊന്നും നമുക്ക് അത്ര ധാരണയില്ല. ADHD കുറിച്ച് ആളുകൾ ഭയങ്കരമായി സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ട്രെൻഡിങ് സബ്ജക്റ്റായി ഇപ്പോൾ ഇയാൾ പറഞ്ഞതിന് ശേഷം ഫഹദ് പറഞ്ഞതിന് ശേഷം അപ്പോൾ ADHD കുറിച്ച് ആളുകൾ കാര്യമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പല ആളുകൾക്കും ബോധ്യപ്പെടുക. അതായത് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ട്സൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. നിങ്ങൾക്ക് ADHD ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ അടുത്ത ആളുകൾക്ക് ADHD ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആളുകൾ പെട്ടെന്ന് വിചാരിക്കില്ലല്ലോ. കുട്ടികളിപ്പോൾ വലിയ സ്വൈര്യക്കേട് ഉണ്ടാക്കുക, ശ്രദ്ധിക്കാതിരിക്കുക. ചെറിയ പ്രായത്തിൽ അങ്ങനെയല്ലേ, അവർ കളി കൂടും, ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, പഠിക്കില്ല, ഉഴപ്പും ബഹളം വയ്ക്കും, ഓടും ചാടും, നമുക്ക് സാധാരണമായി തോന്നും. പക്ഷേ അതിനപ്പുറം അതിനകത്തൊരു ഈ അറ്റൻഷൻ ഡെഫിഷ്യൻസി ആൻഡ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്നതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കുക, അതിനെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് അവർക്ക് ഏർപ്പാടാക്കുക. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മാത്രം, ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ മാത്രമാണ് ചെയ്യാൻ പറ്റുക. സോ ഒരുപക്ഷെ അങ്ങനെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി ആളുകൾ ഇതൊക്കെ വായിക്കുമല്ലോ, വായിക്കുമ്പോൾ ഇതിൻ്റെ സിംറ്റംസ് വായിക്കുമ്പോൾ പലതും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. സ്വന്തമായിട്ടുണ്ടോ അടുത്തവർക്കുണ്ടോ എന്നൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആളുകൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആവുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരിക്കും തോന്നുന്നു. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഇനി അത് തുറന്നു പറയാൻ ആ നിലയ്ക്ക് ഉള്ള ഗുണം അതുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ സ്വൈര്യക്കേടെന്ന് വാക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും സ്കൂളിലൊക്കെ വളരെ ഹൈപ്പറായിട്ടുള്ള നമ്മുടെ കൂടെ തന്നെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ടീച്ചർമാരടക്കം പറയുന്നത് ഭയങ്കര സ്വൈര്യക്കേടാണ്, ഒരു നിമിഷം അടങ്ങിയിരിക്കുന്നില്ല, ഭയങ്കര ബഹളമാണെന്നൊക്കെയാണ്. പക്ഷേ ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, ആളുകൾ തന്നെ അവെയറാണ്. പക്ഷേ കുറച്ച് നാൾ മുൻപ് ഒരുപക്ഷെ അവരൊന്നും ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇതൊരു അവസ്ഥയാണ്, ഇങ്ങനെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളൊരു അവസ്ഥയാണ് എന്ന് പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര പേര് കടന്നുപോയിട്ടുണ്ടാവും ആ അവസ്ഥയിൽ കൂടെ. അതായത് ഈ മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ്
ഇതൊക്കെ അസുഖങ്ങളാണ് എന്ന് നമ്മുടെ സൊസൈറ്റി അംഗീകരിച്ചിട്ട് തന്നെ അധികം നാളൊന്നും ആയിട്ടില്ല. അതായത് ഇപ്പോൾ നമുക്കൊരു മാനസിക വിഷമം വരുവാണ്, ഡോക്ടറെ കാണുന്ന പറഞ്ഞാൽ നിനക്ക് എന്താണ് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയൊക്കെ ഡിപ്രഷനോ തിന്നിട്ടല്ല എന്ത് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടായിരുന്നു. അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യും. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയ കാലത്ത് ഐ ആം ഡിപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാരുണ്ട്. എന്തെങ്കിലും ചെറിയൊരു മൂഡ് സ്വിങ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴത്തേക്കും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താണ് വളരെ സിമ്പിളായിട്ട് ഇടാവുന്ന ഒരു സാധനമല്ല, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അത് അനുഭവിക്കുന്നവർക്ക്, ആ രോഗാവസ്ഥയുള്ളവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഈ ഇത്തരത്തിൽ ന്യൂറോട്ടിക് ആൻഡ് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ച് അവരത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അതിൻ്റെ ചികിത്സയിൽ തന്നെ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്നൊരാൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നൊരു ഡോക്ടർക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനൊരു പ്രശ്നമുണ്ട് തനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് സാധാരണ ആളുകൾ അങ്ങനെയാണ് പറയുക. അപ്പോൾ ഒന്ന് സ്വയം തിരിച്ചറിയുക, അവരുടെ കൂടെയുള്ളവർ അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സയിൽ, ഡയഗ്നോസിസിലെയും ചികിത്സയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഫഹദ് ഫാസിലിൻ്റെ ഈ തുറന്നു പറച്ചിൽ, 41-ാം വയസ്സിലാണ് ഞാൻ ഡയഗ്നോസ് ചെയ്തതെന്ന് തുറന്നു പറച്ചിൽ വളരെ പ്രധാനമല്ല. അതർവൈസ് അതൊരു പ്രശ്നമൊന്നുമല്ല, തനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് അയാൾ തന്നെ സ്വയം തിരിച്ചറിയും, അത് സമൂഹത്തോട് പറയുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരം പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ഹെൽപ്ഫുള്ളാണ്. കാരണം ഇത് ഒരു വേറെ തരത്തിലുള്ള അവയർനെസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളതാണ്. ഞാൻ ഈ സംഭവത്തിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം വേറെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം ആ പങ്കെടുത്ത സ്ഥാപനമുണ്ട് പീസ് വാലി എന്ന് പറഞ്ഞാൽ, എൻ്റെ നാട്ടിലാണ്. അതർവൈസ് ഞാൻ നാട്ടിലുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ വോളണ്ടിയർ ആവേണ്ട ആളാണ്. കാരണം എൻ്റെ കുടുംബമൊക്കെ ആയിട്ട് വളരെ ബന്ധപ്പെട്ടാണ്. എൻ്റെ ഫാമിലിയിലെ പലരും അതിൽ വോളണ്ടിയേഴ്സാണ്. എൻ്റെ വളരെ അടുത്ത ജീവിതത്തിൽ അടുത്ത 3 സുഹൃത്തുക്കളാണ് അത് ബീജാവാപം നൽകുകയും അതിന് രൂപം നൽകുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ എനിക്ക് വളരെ ബന്ധമുള്ള ഒരു സ്ഥാപനം കൂടിയാണ് അത്. ആ വേദിയിൽ ഉണ്ടാവേണ്ട ആളാണ് തീർച്ചയായിട്ടും. ഒരർത്ഥത്തിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ആളാണ്. അപ്പോൾ ആ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സ്ഥാപനം ചെയ്യുന്നത് ഒന്ന് ഈ ബെഡ് റിഡൺ ആയിട്ടുള്ള രോഗികളെ ചികിത്സിക്കുക, അവരെ പരിചരിക്കുക. 2 ഈ പറഞ്ഞതുപോലെ ന്യൂറോട്ടിക് ഓർ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പുനരധിവാസം, റിഹാബിലിറ്റേഷൻ കൊടുക്കുക, സൗജന്യ ഡയാലിസിസ് ചെയ്യുക. അതൊന്നും ചെറിയ കാര്യമല്ല. ഈ 3 കാര്യങ്ങളും നമ്മുടെ സൊസൈറ്റിയെ സംബന്ധിച്ച് വേറൊരു തരത്തിലുള്ള വെല്ലുവിളിയാണ്. അതിന് അവരിത് തുടങ്ങുമ്പോൾ ഞാൻ അവരുമായിട്ട് തർക്കിക്കുകയായിരുന്നു. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നൊരു കാര്യമില്ല, കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റാണത്. നിങ്ങൾ എത്രയൊക്കെ എന്തൊക്കെ ആരുടെയൊക്കെ സഹായം സ്വീകരിച്ച് അത് നടത്തിക്കൊണ്ടുപോവുക, നിലനിർത്തുക എന്നുള്ള വലിയ ചലഞ്ചായിരിക്കും എന്ന് പറഞ്ഞ് തർക്കിച്ചു. പക്ഷെ അത് അത്ഭുതകരമായി എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി, അല്ലെങ്കിൽ തന്നെ എന്നെ തന്നെ നാണം കെടുത്തിക്കൊണ്ട് അത് വളരുകയാണ്. എൻ്റെ ഈ സംശയങ്ങളൊക്കെ തെറ്റായിരുന്നു തെളിയിക്കുന്ന രീതിയിൽ ആ നാട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച തന്നെ ഞാൻ ഈ പറയുന്ന ഇത്തരം അവസ്ഥകളുള്ള മനുഷ്യരോട് ഉള്ള ഒരു സമൂഹത്തിൻ്റെ അവയർനെസ് മാറി വന്നു കഴിഞ്ഞൊരു 1.5 പതിറ്റാണ്ടിനിടയ്ക്ക് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് സ്ഥാപനം. എന്ന് മാത്രമല്ല, നമ്മൾ സൊസൈറ്റി വലിയ തോതിൽ അർത്ഥത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ചും സൈക്കോളജിക്കൽ പ്രശ്നമുള്ള ആൾക്കാർ നേരിടുന്ന വെല്ലുവിളികൾ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആളുകളുടെ തെരുവിലായിരുന്നു അഭയം. തെരുവിലൂടെ നടക്കുകയായിരുന്നു അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരൊന്ന് റിഹാബിലിറ്റേഷൻ പോട്ടെ, അവർക്ക് ചികിത്സ പോലും ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇന്നങ്ങനെ ആരും നമ്മൾ കാണുന്നില്ല. തെരുവിലൂടെ ആളുകൾ അലയുന്നത് കാണുന്നില്ല. അത് സമൂഹത്തിൽ വരുന്ന മാറ്റമാണ്. പ്രത്യേകിച്ചും ഫഹദ് ഫാസിൽ ഇന്നത് പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല ചാനലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉള്ള ഒരേ ഒരു മലയാള നടനാണ് ഫഹദ് ഫാസിൽ. പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിനിഫൈലായിട്ടുള്ള ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ ആളുകൾ മലയാള സിനിമയോട് പ്രത്യേകമായ ഇഷ്ടം കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ അവരെ അതിലേക്ക് ആകർഷിക്കുന്നു. മലയാള സിനിമയിലേക്ക് ആകർഷിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ ഫഹദ് ഫാസിലാണ്. കാരണം അദ്ദേഹത്തിന് ഒരു വേഴ്സറ്റൈൽ ആക്ടിങ് സ്കിൽ കൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് പുറത്തും ആളുകളെ അദ്ദേഹത്തിൻ്റെ ആരാധകരാക്കി മാറ്റുകയാണ്. അത് തീർച്ചയായിട്ടും അദ്ദേഹം സൊസൈറ്റിക്ക് അദ്ദേഹം അറിഞ്ഞോ അറിയാതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, ഒരു ഡയലോഗ് പറയാൻ പറ്റും, പക്ഷേ വേദി കയറിയെന്ന് പ്രസംഗിക്കാനുള്ള പക്വതയൊന്നും എനിക്കില്ല എന്ന് എന്നോട് എൻ്റെ കുടുംബാംഗങ്ങൾ പറയാറുണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ട്. അത് അറിഞ്ഞോ അറിയാതെ അദ്ദേഹം അത് സൊസൈറ്റിയോട് ചെയ്ത് വലിയൊരു സംഭാവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യെസ്, തീർച്ചയായും അത് തന്നെയാണ്. ഫഹദ് അത് തുറന്നു പറഞ്ഞതുകൊണ്ട് അത് ഒരുപാട് ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ അതിനെ സാധാരണയായും വലിയ അതിൽ അരക്ഷിത ബോധം അനുഭവിക്കുന്ന മനുഷ്യരൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. അത് മാത്രമല്ല, സമൂഹത്തിന് ഈ വിഷയത്തിലൊക്കെ കൂടുതൽ ധാരണ ഉണ്ടാകാനും അത് ഉപകരിക്കും. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.